2 മാസം തികഞ്ഞിട്ടില്ല. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിട്ട് ആത്മഹത്യ എന്ന ഭർതൃവീട്ടുകാർ യുവതിയുടെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ശരിക്കും മരിച്ചത് എന്നറിയുന്നത്. കുടലിൽ നിന്ന് രക്തം കട്ടിപിടിച്ചു നിന്ന ദിവസങ്ങളുണ്ടായിരുന്നു. നെഞ്ചിലെ വാരിയെല്ല് തകർന്ന് അത് അകത്തേക്ക് രക്തത്തെ പുറപ്പെടുവിച്ചു. ഇത്തരം രീതിയിൽ അവിടെ ഉണ്ടാവാനുള്ള കാരണം ആരോ മർദ്ദിച്ചതുകൊണ്ടാണ്. ആരോ കഠിനമായി ആ പെൺകുട്ടിയുടെ നെഞ്ചത്ത് ചവിട്ടി, അല്ലെങ്കിൽ മാരകമായ ചുറ്റിയിലോ മറ്റ് എന്തോ കൊണ്ട്, ഭാരമുള്ള വസ്തു കൊണ്ട് നെഞ്ചിൽ നന്നായി അമർത്തുകയോ അടിക്കുകയോ ചെയ്തു. അങ്ങനെയാണ് നെഞ്ചിനെയും ഹൃദയത്തിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ എല്ല് പൊട്ടിപ്പോയത്. പൊടിഞ്ഞ് അത് അകത്തേക്ക് കുത്തി നിൽക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഈ പെൺകുട്ടി 2 ദിവസത്തിന് മുൻപ് വീട്ടുകാരുടെ മുന്നിലെത്തി അവരുടെ അടുത്ത് നിന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. 19ാമത്തെ വയസ്സിലാണ് ഷൈമോൾ അനിൽ വർക്കിയെ കാണുന്നത്. മരിച്ചപ്പോൾ ഷൈമോൾക്ക് 24 വയസ്സും അനിൽ വർക്കിക്ക് 26 വയസ്സുമാണ്. ഇവർക്ക് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട്. ഭർതൃകൃത്യത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. അതിരപ്പുഴ, ശ്രീകണ്ഠമംഗലം, പനയത്തിങ്കവല, പാക്കത്തുന്നിൽ അനിൽ വർക്കിയെയാണ് ഏറ്റുമാനൂർ പോലീസ് ഈ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. അന്ന് എന്താണ് ശരിക്കുമുള്ള സംഭവമെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടുവന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണം, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ അനിൽ വർക്കിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച യുവതിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. മരിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞുമായി തങ്ങളുടെ മകൾ വീട്ടിലെത്തുകയും ഭർത്താവ് പീഡിപ്പിക്കുന്നുവെന്നും ഭർത്താവ് മർദ്ദിക്കുന്നുവെന്നും ഭർതൃവീട്ടുകാർ ഉപദ്രവിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. പ്രണയവിവാഹമായതിനാൽ ഇതൊന്നും ഇത്രയും നാളും വീട്ടിൽ അറിയിച്ചില്ല. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇതാരും അറിയരുതെന്നുള്ള വിശ്വാസം വേണ്ടതുള്ളതുകൊണ്ട് ഷൈമോൾ 2 ദിവസം മുൻപ് തന്നെ വീട്ടുകാരുടെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപാണ് ഷൈമോൾ ആതിരമ്പുഴ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അനിൽ സേവ്യറെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഇത്രയും നാളുമായി പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെന്ന് പറഞ്ഞ് മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഒരു ഞായറാഴ്ച വീട്ടിൽ അമ്മയും അച്ഛനെയും കാണണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടെത്തി പിന്നീട് പൊട്ടിക്കരയുകയായിരുന്നു ഷൈമോൾ ചെയ്തത്. വീട്ടുകാരോട് മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്ത് കാരണമാണെന്ന് ഷൈമോളുടെ ഭർത്താവും വീട്ടുകാരും പറയാൻ തയ്യാറായിരുന്നില്ല. അവർക്കറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തിനാണ് ഷൈമോൾ ആത്മഹത്യ ചെയ്തത് എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. ഷൈമോൾ ആത്മഹത്യ ചെയ്തത് തന്നെയാണോ എന്നതാണ് വീണ്ടും ചോദിക്കുന്ന സംഭവം. കുറച്ചധികം നാൾ കെട്ടി നിൽക്കുന്ന കറുത്ത രക്തങ്ങളായിരുന്നു കുടലിൽ നിന്ന് കണ്ടെത്തിയത്. കുടല് വരെ കീറിപ്പോകണമെങ്കിലും പൊട്ടിപ്പോണമെങ്കിലും അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ ഉണ്ടാകണമെങ്കിലും അത്രമാത്രം ഒരു മർദ്ദനം ഏറ്റിട്ടുണ്ട് ഷൈമോൾക്ക്. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല എന്ന് പറയുന്നു. ആ പിഞ്ചു മോളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഷൈമോളെന്ന് വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അതുപോലും ചെയ്യാനായില്ല. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് വീട്ടുകാരോട് പോലും കുറ്റം പറയാതെ എല്ലാം മനസ്സിലൊതുക്കുകയായിരുന്നു ഷൈമോൾ ചെയ്തത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.